അസ്സലാമു അലൈക്കും. ഇന്ന് അൽപോഡ്കാസ്റ്റിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ്. അതായത് പുതിയൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള ബിൽ ഗേറ്റ്സ് ഇന്ത്യയെക്കുറിച്ചൊരു പരാമർശം നടത്തുകയുണ്ടായി. അവിടെ നടത്തിയെന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക്ഡ് ഇൻ കോഫൗണ്ടറായിട്ടുള്ള നമ്മുടെ റൈഡ് ഹാഫ്മാനായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചൊരു പരാമർശം നടത്തി. അതിങ്ങനെയാണ്: ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലബോറട്ടറി ടു ട്രൈ തിങ് വെൻ പ്രൂവൻ ഇൻ ഇന്ത്യ ദേ ക്യാൻ ദെൻ ബി ടേക്കൻ ടു അതർ പ്ലേസ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിലെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇന്ത്യ ഒരു പരീക്ഷണശാലയാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ വിജയിച്ച് ജയിച്ചാൽ അത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. അങ്ങനെ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഈ പരാമർശത്തിന് പിന്നാലെ കുറേ വിവാദങ്ങളുണ്ടായി. നമ്മളത് പരാമർശത്തിന്റെ ഉദ്ദേശാർത്ഥങ്ങളിലേക്ക് അടുക്കാതെ അത് പിന്നെ ഉണ്ടായ വിവാദങ്ങളിലേക്ക് നോക്കണം. അന്ന് പണ്ട് കാലത്ത് 2009 ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതായത് ICMR-ഉമായിട്ട് സഹകരിച്ചിട്ട് 14,000-ഓളം വരുന്ന ആദിവാസി വിദ്യാർത്ഥിനികളിൽ, അത് തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലും ഗുജറാത്തിലെ വഡോദരയിലുമാണ് നടന്നത്. അവിടെ സെർവിക്കൽ ക്യാൻസർ വാക്സിൻ പരീക്ഷണമായിട്ട് പാത്ത് ക്ലിനിക്കിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. പരീക്ഷണം നടത്തിയത് അപ്പോൾ ഇത് 2009 ഈ സംഭവമാണ് പൊന്തി വന്നത്. അതായത് 2009 ഈ സംഭവം നടന്നിട്ട് ബിൽ ഗേറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഫണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഇത് 14,000 ആദിവാസികൾ നടത്തിയിട്ട് അവർക്ക് പിന്നീട് പല രോഗാവസ്ഥകളുണ്ടായി. കുറച്ച് കുട്ടികൾ മരണപ്പെടുകയും 7 കുട്ടികൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് വലിയ വിവാദമായിരുന്ന സമയത്ത് എന്നിട്ട് ഇതിൽ പിന്നിൽ കേസുണ്ടായി. കേസിൽ പല കാരണങ്ങളുണ്ട്. അന്നത്തെ ഇതിന്റെ കാരണമല്ല, പല കാരണങ്ങളുണ്ട്. പക്ഷെ ആ കേസ് എന്താണ്, അത് അത്രയും സുതാര്യമല്ല എന്നൊക്കെ ചർച്ചകൾ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത് അത് ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിന് ഭയങ്കര മോശമായ ഒരു സാധനം, നാണക്കേട് സംഭവമായിരുന്നു. അതിന് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ കുറേ സംഭവം ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വേൾഡ് ഫാർമസി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഈ വിശേഷണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന, അതായത് 2021 ഒരു സമ്മിറ്റില്, ഒരു ഉച്ചകോടിയിൽ ഈ മോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ ഫാർമസി എന്നാണ്. ലോകത്ത് മരുന്ന് കയറ്റിവെക്കുന്നതിലെ മൂന്നാമതാണല്ലോ നമ്മുടെ ഇന്ത്യ. അപ്പോൾ മൂന്നാമതാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യ ഏറ്റവും കൂടുതൽ അയക്കുന്ന രാജ്യങ്ങള് ഡെവലപ്ഡ് ആയ കൺട്രീസ് US, UK, പിന്നെ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അയക്കണം. പിന്നെ ഇന്ത്യയുടെ മരുന്നുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയറ്റിവെക്കുന്ന മരുന്നുകൾ ഡോക്ടർമാരുടെ ഡിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ. അതായത് ഈ വില കുറഞ്ഞ ജനറിക് മരുന്നുകളൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത്. മാത്രമല്ല, ലോകാരോഗ്യ സംഘടന വിതരണം ചെയ്യുന്ന CTP BCG വാക്സിന്റെ 65% ഇന്ത്യയിലുള്ള. പിന്നെ അത് മാത്രമല്ല, മീസിൽസ് വാക്സിന്റെ 90%, പിന്നെ HIV മരുന്നുകളുടെ വിതരണത്തിലും ഒന്നാമതുള്ളത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയും ഇപ്പോൾ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യക്കാന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഇന്ത്യയിലെ ഇങ്ങനെ സംഭവങ്ങൾ, ഈ ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മുഖച്ചായ്ക്ക് ഒരു പ്രശ്നമാണ്. അതായത് ഈ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 ജമ്മു കാശ്മീരില് 2 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളിൽ ഒരു അജ്ഞാതം രോഗം മൂലം മരിക്കേണ്ടായി. 11 കുട്ടികളാണ്. അതിന് പിന്നെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോ അത് എന്താണ്, നമ്മള് ഇതിലെ മഷി ഉണ്ടാക്കാനും പെയിന്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഈ സാധനം ഈ നമ്മള് കഫ് സിറപ്പില് കണ്ടെത്തും. അതാണ് അവരുടെ മരണത്തിലേക്ക് ഉണ്ടായ സംഭവം. അപ്പൊ ഇത് വലിയ വിവാദമായിരുന്നു. ഇതിപ്പോ ഇത് ജമ്മുവിലെ സംഭവമാണ്. അതുപോലെ ഇതേ സാധനം ഇറാഖിലും വന്നിരുന്നു. ഇറാഖില് വിറ്റ ചുമമരുന്നിൽ ഇതുപോലൊരു സാധനം ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നു. മാത്രമല്ല, നോയിഡ കേന്ദ്രമായ മരിയോൺ ബയോടെക് ഉൽപ്പാദിപ്പിക്കുന്ന DOC1 മാക്സ്, പിന്നെ അബ്രണോൾ എന്ന് പറയുന്ന ഈ 2 മരുന്നുകൾ ലോകാരോഗ്യ സംഘടന ഉപയോഗിക്കരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇത് അങ്ങനെ ഇറാഖിലൊരു സംഭവം. ഇതുപോലെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനെ നോക്കുകയാണെങ്കിൽ 18 കുട്ടികൾ ഇന്ത്യൻ നിർമ്മിത മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇതൊരു സംഭവം. അതുപോലെ നമ്മള് ഏറ്റവും കൂടുതൽ വിവാദം ഒരു സംഭവം ഉണ്ട് ആഫ്രിക്കയിലെ ഗാംബിയ. അതായത് ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയില് 66 കുട്ടികളാണ് ഇന്ത്യൻ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മരണപ്പെട്ടത്. ഇത് പിന്നാലെ വലിയ വിവാദമായി. ലോകം മുഴുവൻ ഒരു ഇന്ത്യക്ക് ഒരു നാണക്കേടായ വിഷയമായിരുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ ഹരിയാനയിലെ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽ ആണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് കൂട്ടിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലാബുകളിൽ അതിന് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അതിന് പ്രതികൂലമായിട്ടുള്ളതൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അത് നമ്മൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് കത്തയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് പല രീതികളിൽ ചർച്ചകൾ പോയി. ഇത് ഒരു രീതി എന്ന് വെച്ചാൽ
ഇന്ത്യക്ക് പണി തരാൻ ഒരാൾ ചെയ്താന്ന് ഒരു രീതി. മറ്റൊരു രീതി എന്ന് വെച്ചാൽ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മരുന്നിന്റെ ഇൻഗ്രീഡിയൻസ് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ ചൈനയിലേക്ക് ഇതിന്റെ എന്താണ് ഒരു കുറ്റം, ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2024 സാമ്പത്തിക വർഷത്തില് 2066 കോടി രൂപയുടെ പെൻസിലിൻ ജി നമ്മൾ ഇറക്കുമതി ചെയ്തപ്പോൾ അതിൽ 77% ചൈനയിൽ നിന്നായിരുന്നു. മാത്രമല്ല നമ്മൾ 3490 കോടിയുടെ 6APA നമ്മൾ ഇറക്കുമതി ചെയ്തപ്പോൾ അതിൽ 94.1% ചൈനയിൽ നിന്നായിരുന്നു. മാത്രമല്ല 517.25 കോടിയുടെ ക്ലൗലാനിക് ആസിഡ് നമ്മൾ ഇറക്കുമതി ചെയ്തപ്പോൾ അതിനകത്ത് 85% കൂടുതലും ചൈനയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മരുന്നുകളെ പറ്റി ഒരു ആരോപണം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇറക്കുമതി ചെയ്ത ചൈനയ്ക്ക് ഒരു പങ്കുണ്ടെന്ന ഒരു അങ്ങനെ ഒരു ചർച്ചയിൽ വേറെ ഡൈമെൻഷൻ ചർച്ചകളായിരുന്നു. അപ്പൊ ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കും. അപ്പൊ ഇത് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം പറ്റിയേക്കണത്? ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് രംഗത്താണ് പ്രശ്നം പറ്റിയേക്കണത്. നമ്മളിപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഈ നെഗറ്റീവ്സ് മാത്രമല്ല കുറെ പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. സംഭാവനകൾ, ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിന്റെ സംഭാവന. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 971 ബംഗാൾ വിഭജനം നടക്കുന്ന സമയം, ബംഗ്ലാദേശിന്റെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളില് ആൾക്കാരെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് അഭയാർത്ഥികൾ തമ്പടിക്കുന്ന സമയം, ആ സമയത്ത് കോളറ ബാധിച്ച് ഒരുപാട് ആളുകൾ ടെന്റുകളിൽ മരണപ്പെട്ടു. ആ ടെന്റുകളിൽ ഒന്നിലെ ഡോക്ടർ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റിസർച്ചുകൾക്കൊടുവിൽ ഈ കോളറയ്ക്ക് എതിരെ കോളറ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശമിപ്പിക്കാൻ രൂപത്തിലുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണ്. അതാണ് പിന്നീട് വിപ്ലവമായി തീർന്ന ORS എന്നറിയപ്പെടുന്ന സാധനം. ഇപ്പൊ നമ്മൾ ഈ ORS എന്ന് മരുന്ന് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ നമുക്ക് എന്താ വൈറസ് അങ്ങനത്തെ സാധനത്തിനൊക്കെ നമ്മളെന്താണ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് ORS കിട്ടും. അത് നമ്മുടെ നാട്ടുകാർക്ക് എന്താണ് ഒരു വിലയില്ല. സിമ്പിൾ സാധനം, ഒരു എന്താണ് കലക്കി കുടിക്കാനുള്ള സാധനമായിട്ട് നമ്മൾ കരുതാണ്. പക്ഷെ ഇതിന്റെ എത്ര ഇതുണ്ട്, വാല്യൂ എത്ര വെച്ചാൽ ഒരു ജൂലൈ 29 ORS ഡേ ആയിട്ട് ആചരിക്കുക. ഒരു ദിവസം അതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കാം. അത് ആചരിക്കാൻ എന്താണ് അതിന് കാരണം എന്താ നോക്കുമ്പോ ഇത് ലോകം മൊത്തം, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസില് അമേരിക്കയിലടക്കം US അങ്ങനത്തെ ഉള്ള കൺട്രീസിൽ കോളറ എന്താണ് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത് മരണപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഈ ORS ഇത് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. ഇത്രയും മരണങ്ങളും കുറയ്ക്കാൻ പല രാജ്യങ്ങൾ അങ്ങനെയാണ് ലോകം മുഴുവൻ ഇത് സ്പ്രെഡാണ്, ഇതിന്റെ പ്രശസ്തി ഇങ്ങനെ വ്യാപിക്കണത്. അതുപോലെ ഒന്നാണ് ഇതിന്റെ സിമ്പിൾസിറ്റി എന്ന് നോക്കണം. അതായത് ഇതിനകത്ത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ എന്താണ് വെള്ളം, പിന്നെ വാട്ടർ, വെള്ളം, പിന്നെ ഷുഗർ, പിന്നെ സാൾട്ട്, ഇങ്ങനത്തെ മിശ്രിതമൊക്കെ കൂട്ടിയിട്ടാണ് സാധനം ഉണ്ടാക്കിയാണ്. അപ്പൊ ഇത് ഈ സിമ്പിൾസിറ്റി എന്താണ് ഇതിനെ എന്താണ് പ്രശസ്തിയാവാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഒട്ടനേകം സംഭാവനകൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിന് ഒരു മുഖത്ത് എന്താണ് ഇന്ത്യൻ മുഖച്ചായ്ക്ക് എന്താണ് ഒരു കളങ്കം സംഭവിച്ചൊരു ഇതാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഈ ചികിത്സ, അതായത് മെഡിക്കൽ ഫീൽഡ് ഒരു എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാറുണ്ട് ഇതിന്. നമ്മൾ അതിന്റെ ചരിത്രങ്ങളിലൊക്കെ കിടക്കുവാണെങ്കിൽ ഈ ഏറ്റവും പഴക്കമുള്ള മെഡിക്കൽ ഫീൽഡ് അത് ആയുർവേദം, അതായത് ഓൾഡസ്റ്റ് ഒരു എന്താണ് ചികിത്സാ രീതിയാണ്. അത് എന്താണ് ഇന്ത്യയിലാണ്. അതായത് ഇതിന്റെയൊക്കെ മെയിൻ ഹെഡ് ആയിട്ട് പറയുന്ന ഒരു പുസ്തകമുണ്ട് ചാരക സംഹിത. ചാരക എന്ന് പറഞ്ഞ ആളാണ് ചാരക സംഹിത എഴുതി. ഇന്നത്താണ് നമ്മളിപ്പോ ഈ ഒരു അസാലിമ, അതായത് മുസ്ലിം സ്കോളറാണ് അദ്ദേഹത്തിന്റെ ഒരു കിതാബില് എന്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വൈറസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഈ ഇന്ത്യയില് ഒരു ചികിത്സാ രീതി ഉണ്ട്, വയറിനൊക്കെ സംഭവം ഉണ്ട്, അങ്ങനെയൊക്കെ ചികിത്സാ രീതി ഉണ്ടെന്നാണ്. പണ്ടേ തൊട്ട് ഇന്ത്യയിലെ ഇങ്ങനത്തെ ചികിത്സാ രീതി അപ്പോൾ പ്രശസ്തമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഡയറ്റിക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ചാരക സംഹിതയിലാണ്. ഈ ചാരക സംഹിതയിലാണ് ഈ ഡയറ്റിക്ക് ആദ്യമായിട്ട് വരുന്നത്. അതുപോലെ ഒന്നാണ് സർജറിയുടെ കാര്യം നോക്കുന്നത്. ഏത് സർജറി ഈ നമ്മളിപ്പോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മള് സുശ്രുത എന്ന് പറയുന്ന ആൾ, അതായത് അദ്ദേഹത്തിന്റെ സുശ്രുത സംഹിത എന്ന് പറയുന്ന പുസ്തകത്തില് ഒരുപാട് ചികിത്സാ രീതികളെ പറ്റി പറയുന്നത്. അതിനകത്ത് കുറെ ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്ലാസ്റ്റിക് സർജറിന്റെ പിതാവായിട്ടാണ് ആരറിയപ്പെടുന്നത്, സുശ്രുത അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഒട്ടനേക സംഭാവനകൾ എന്താണ് ഈ നമുക്ക് ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യൻ ഫീൽഡിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ഇന്നത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോ ഈ സുശ്രുതാനെ നമ്മുടെ ഫാദർ ഓഫ് സർജറി എന്ന് വിളിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഒരു മുസ്ലിം പണ്ഡിതനായിട്ട് അൽസറാവിനെ നമ്മൾ നോക്കാൻ സർജറി കാണാം. അതെങ്ങനെ രണ്ട് രീതിയിൽ വെച്ചാൽ നമ്മളിപ്പോ അതിനെ കുറിച്ച് അറിയണമെങ്കിൽ അത് പല സോഴ്സുകൾ വന്ന കാരണമാണ്. അപ്പൊ നമ്മള്
വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ പറയുമ്പോൾ അൽസാറാവിന് എന്താണ് ഓപ്പറേറ്റീവ് സർജറിന്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ശുശ്രൂതനെയാണ് എന്താണ് ഫാദർ ഓഫ് സർജറി, പിന്നെ ഫാദർ ഓഫ് മോഡേൺ സർജറിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അത് ഇതേ വിഷയം തന്നെ എന്താണ് മോഡേൺ സർജറി വരുന്നുണ്ട്. അത് കുറെ ഫാദേഴ്സിനെ നമുക്ക് കാണാം. അതൊക്കെ വിക്കിപീഡിയയിൽ ഒരു സെക്ഷൻ തന്നെ അതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോ പറഞ്ഞു വന്നത് ഇത്രയും എന്താണ് പാരമ്പര്യ അവകാശമുള്ള ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് ഇത്രയും എന്താണ് സംഭാവന നൽകിയ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് ഒരു മുഖച്ചായ്ക്ക് അടി വീണുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പ്രശ്നം മാറ്റിയെടുത്ത് ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിനെ ഉയർത്തു കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ 2021 സമ്മിറ്റ് ഫാർമസി വിശേഷിപ്പിച്ചല്ലോ. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഔഷധ ചെടികൾ ആ മേഖലയിൽ നമ്മളൊരു പിന്നോക്കം നിന്നു. അതിന്റെ അതൊരു ഔഷധ സമ്പത്ത്, നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഔഷധ സമ്പത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ തീരൂല. അതായത് അത്രയും ഉണ്ട്. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ കേരളത്തിലെ മാത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം 17-ാം നൂറ്റാണ്ടിലെ ഹോർത്തൂസ് മലബാരിക്കോസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഇവിടെ കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് ആൻഡ്രിയാൻ വാൻഡ്രീഡ് എന്ന് പറയുന്ന ആളുടെ കീഴിൽ ഇങ്ങനെ ഒരു പുസ്തകം രചിക്കപ്പെട്ടു. അതിനകത്ത് കേരളത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരുപാട് രോഗങ്ങളെ പറ്റി, പിന്നെ അന്ന് അതിനെതിരെയുള്ള ചികിത്സകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കേവലം പനിയുടെ കാര്യം എടുത്തു കൊടുക്കുകയാണെങ്കിൽ പനിക്ക് വേണ്ടിയിട്ട് 136 ഔഷധങ്ങൾ, അതുപോലെ വേദന ശമനത്തിന് വേണ്ടിയിട്ട് 86, അങ്ങനെ കണ്ണിന്, പിന്നെ മുറിവുണക്കാന്, അങ്ങനെ ഓരോന്നിനും പല രീതിയിൽ കുറെ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ 12 വാള്യങ്ങളായിട്ടാണ് ഈ പുസ്തകം ഇറങ്ങിയത്. ഈ പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പം അടുത്ത് മരിച്ചുപോയ ജനുവരി 2025 ജനുവരി 1 മരിച്ചുപോയ നമ്മുടെ ഡോക്ടർ മണിലാൽ സാറിന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ 50 വർഷക്കാലം അദ്ദേഹം പണയപ്പെടുത്തി ഈ പുസ്തകത്തിന് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 12 വാള്യങ്ങളോളം വരുന്ന ഈ പുസ്തകം 50 വർഷത്തോളം എടുത്താണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്തത്. എന്തുകൊണ്ട് ഇത്ര കാലം എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ലാറ്റിൻ ഭാഷ അറിയണം. പിന്നെ ഈ ചെടികളുടെ പേരുകൾ എഴുതിയത് മലയാള ഭാഷ അറിയാം. ഈ മലയാള ഭാഷ എന്ന് സൂചിപ്പിക്കുക ആദ്യമായിട്ട് ഈ മലയാള ഭാഷ അച്ചടിച്ചു വന്നത് ഈ പുസ്തകത്തിലാന്ന് പറയപ്പെടാണ്. മാത്രമല്ല പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചെടികളെ പറ്റി അറിവുണ്ടാവും, പിന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധമുണ്ടാവും, പിന്നെ ഇത്രയും മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ക്ഷമ വേണം. ഇതെല്ലാം ഒത്തുവന്ന ഒരാള് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും കാലം എടുത്ത് അത് ചെയ്യാൻ സാധിച്ചു. അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു. മാത്രമല്ല പിന്നെ ഈ ഇംഗ്ലീഷിലേക്ക് മലയാളത്തിന് ട്രാൻസ്ലേഷൻ ഇദ്ദേഹം ഇതിനകത്ത് നൽകിയ എഫോർട്ട് അത് സൂചിപ്പിക്കുക തന്നെ വേണം. അതിനെപ്പറ്റി പറയുമ്പോൾ ഈ വാള്യങ്ങൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇന്ത്യയിൽ അന്ന് വളരെ കുറഞ്ഞ പതിപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി അദ്ദേഹം കുറെ അലങ്ങി തിരിഞ്ഞു നടന്നു. പക്ഷെ കോയമ്പത്തൂരിലെ തമിഴ്നാട് കാർഷിക സർവകലാശാലയിൽ ഒഴിവാക്കാനായിട്ടായിരുന്ന പേപ്പർ കൂമ്പാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു, കോപ്പികൾ ലഭിച്ചു. പക്ഷെ അത് സ്വന്തമാക്കാനായിട്ട് ഇന്നത്തെ പോലെ പ്രിന്റ് എടുക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുത്ത് ഓരോ സാധനം ചെലവെന്ന് പറയുമ്പോൾ 5 ഏക്കർ ഭൂമി മേടിക്കാൻ വെച്ചിരുന്ന 25,000 രൂപ അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചു. അന്നത്തെ കാലത്ത് 25,000 രൂപ 5 ഏക്കർ മേടിക്കുന്ന സാധനമാണ് ഇവിടെ ഉപയോഗിച്ചത്. റിസ്ക് എടുത്തു, സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പൈസ എടുത്തത്. അതിന് പിന്നാലെ ഈ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട് ഇതിന്റെയൊക്കെ മെയിൻ കോപ്പി അടങ്ങുന്ന അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകണ്ട്. പിന്നെ ലാറ്റിൻ ഭാഷ പഠിക്കണത്, ഒരു ഭാഷ പഠിക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്കറിയാലോ. ലാറ്റിൻ ഭാഷ ഇവിടുത്തെ കുറെ അച്ഛന്മാർക്ക് സഹായത്തോടെ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അത് ലാറ്റിൻ ഭാഷയൊക്കെ പഠിച്ചെടുക്കണം. അപ്പോൾ അത്രയും എഫോർട്ടും അത്രയും പൈസയൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നൊക്കെ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ 679 സസ്യങ്ങളെ പറ്റി പറയുന്നത്. ആവർത്തനങ്ങളിൽ ഞാൻ നോക്കുകയാണെങ്കിൽ 679 സസ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ 139 സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെ പറ്റി ഈ ബുക്കിലില്ലാണ്ട് വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഈ 679 സസ്യങ്ങളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനെയും ആധുനികമായ രീതിയിൽ അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഭാഷാപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്തു. പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുന്ന സമയത്ത് അത് പുറത്തിറക്കണ ഒരു കേരള സർവകലാശാലയുടെ കീഴിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കാൻ അങ്ങനെ ഒരു ശ്രമം നടന്നതായിട്ട് അദ്ദേഹം കൂടുതൽ അവഗണന ഇത് ഇങ്ങനെ ഇപ്പൊ ഇംഗ്ലീഷ് കാര്യം പറഞ്ഞു. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയാനുണ്ട്. അത് പിന്നെ അതുപോലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സൈലന്റ് വാലി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതാണ് സൈലന്റ് വാലി പഠനം. അതായത് അതിനു മുമ്പ് ഇതിന്റെ ഈ സൈലന്റ് വാലിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ ഈ സസ്യസമ്പത്തിനെ കുറിച്ച് പഠിച്ചിട്ട് അത് ഈ കോഴിക്കോട് നഗരത്തിൽ ബേസ് ചെയ്ത് സസ്യസമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു
സമയമാണ്. ഉം. അതായത് ഈ ആ, മലപ്പുറത്തെ പൊന്നാനിൽ നിന്നും ഏലത്തൂര്, കോഴിക്കോട് ഏലത്തൂര് വരെ നടക്കുന്ന ഒരു 600 സംതിങ് ചതുരശ്ര കിലോമീറ്റർ വരുന്ന അത്ര രൂപത്തിൽ ഒരു ടൗൺ, കോഴിക്കോട് ടൗൺ വരെ ആ സ്ഥലത്ത് എന്ത് ഇതിനെപ്പറ്റി പഠനം നടത്തി. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ പഠനം നടത്തുവാണെങ്കിൽ ഒരു കാട്ടിൽ വല്ലതും പോയി നടത്തുക, ഇവിടെ നടത്തുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടൂല, അവിടെ കാട്ടിൽ വല്ല പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പുതിയ പുതിയ സസ്യങ്ങളെ കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പഠനം കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെയൊക്കെ വായടപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. കാരണം 500ഓളം അതായത് 900ഓളം എത്രയോ സസ്യങ്ങൾ അവിടെ നിന്ന് കിട്ടി. അതായത് 7 പുതിയ ഇനം സസ്യങ്ങൾ, പുതിയ സസ്യങ്ങൾ അത് ഈ നഗരത്തിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഈ കോഴിക്കോടിലെ നഗരത്തിൽ നടന്ന ഈ പഠനം എന്തുകൊണ്ട് ഈ സൈലന്റ് വാലി അത്രയുള്ള കാടുള്ള സമയത്ത്, സൈലന്റ് വാലി ആ സമയത്ത് ഒരു ഡാം ഉണ്ടാക്കാനുള്ള ഇതിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ സൈലന്റ് വാലിയിൽ ഒത്തിരി സസ്യസമ്പത്തൊന്നുമില്ല. അപ്പൊ ഈ ഉള്ള സസ്യസമ്പത്താണെയാണ് പല സ്ഥലത്തും ഉണ്ട്, അത് പോയാലും നശിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവര് പദ്ധതി ഉപയോഗിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇത്രയും സസ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഉണ്ടായിക്കൂടാ? അങ്ങനെ അദ്ദേഹം ഒരു പേപ്പർ അയച്ചു, അത് ഗവൺമെന്റിൽ നിന്ന് അപ്രൂവലായി, പഠനം നടത്താനുള്ള അനുമതി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം കുറെ പേപ്പറുകളും കുറെ കാര്യങ്ങൾ ജേണലൊക്കെ പ്രസിദ്ധീകരിച്ച് അങ്ങനെ ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്യാനുണ്ടായി. എന്നിട്ട് ഈ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ 20ാം വാർഷികം ആയപ്പോള് കുറെ പേരെ അനുമോദിച്ചു. ആഘോഷം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരവിടെ പരാമർശിച്ചില്ല. ഇതൊക്കെ നമുക്ക് ഹരിതഭൂപടം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ നടത്തിയൊരു ഈ ഹരിതഭൂപടത്തിന്റെ രചയിതാവ് പറയേണ്ടത് അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയാം. അപ്പോൾ അത്ര അവഗണന നൽകിയെന്നാണ് അദ്ദേഹത്തിന് മരണ സമയത്ത് അങ്ങനെ വേണ്ട രീതിയിൽ പരിഗണന കിട്ടിയില്ല എന്നൊക്കെയുള്ള ഇത് കണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഹോർത്തൂസ് മലബാരിക്കൂസ്, ആ പുസ്തകത്തിലുള്ള സസ്യസമ്പത്ത്, ഇതൊക്കെ നമ്മുടെ ഈ ഇന്നത്തെ ഒരുപാട് നമ്മൾ കണ്ടുപിടിച്ച ഒരുപാട് മരുന്നുകൾക്കെതിരെ ഇപ്പോഴത്തെ രോഗങ്ങൾ പ്രതിരോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മരുന്നുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ, ഈ ഹോർത്തൂസ് മലബാരിക്കൂസ് പോലത്തെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സസ്യങ്ങൾ നമുക്ക് കിട്ടും. അതിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈ പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പൊ ഇവർ ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്ന സമയം നമ്മൾ നോക്കണം. ഫെയിൽ ആൻഡ് എറർ, എറർ ആൻഡ് ട്രയൽ ആൻഡ് എറർ. നമ്മൾ ഒരു സാധനം പരീക്ഷിച്ചാൽ അത് ഒന്നെങ്കിൽ ശരിയാവും അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് ഇവർ ഈ പരീക്ഷണം നടത്തിയത്. അങ്ങനെയാണ് ഇത്ര ഔഷധ ചെടികൾ കിട്ടിയത്. ട്രയൽ ആൻഡ് എറർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് നമ്മളിപ്പോ ഇത്ര സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഈ വിഷം, പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞ പാമ്പുണ്ട്, ആ അണലിയുടെ ഒരു അതിന്റെ വിഷത്തെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ വിഷത്തിൽ നിന്നാണ് ഒരു രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് ക്യാപ്ട്രോപ്പിൽസ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിന്റെ സമ്മർദ്ദം വർദ്ധിക്കും. അങ്ങനെയാണ് മരണം സംഭവിക്കാറ്. അപ്പൊ അതിനെതിരെ ഇതാക്കണ ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സാങ്കേതിക വിദ്യകളുള്ള കാലത്ത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അതൊരു വിഷയത്തെ പാമ്പിന്റെ വിഷയത്തിൽ നിന്ന് ഒരു കണ്ടുപിടിക്കുന്ന കാലം നോക്കണം, അത് വളരെ പണ്ടാണ്. അപ്പൊ അത് പറഞ്ഞാൽ 1960 ആ കാലത്ത്. അപ്പൊ ഇത്രയും സാങ്കേതികകൾ വന്ന കാലത്ത് ഈ ഔഷധ ചെടികൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇപ്പൊ ഈ കൂടുതൽ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാണ്, പുതിയ പുതിയ വൈറസുകളുള്ള കാലത്ത് ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിനെ ഉയർത്താൻ ഇത്ര ഔഷധ ചെടികളുള്ള അന്നത്തെ കണ്ടുപിടുത്തങ്ങൾ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിന്റെ മുഖച്ഛായ തന്നെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ ഇതാത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഗവേഷകർ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് ഉയരങ്ങളിലേക്ക് എത്തും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉയരട്ടെ എന്ന് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.